പതിവിലും വ്യത്യസ്തമായിട്ട് തേങ്ങ വറുത്തരച്ച് വെച്ച ഒരു സ്രാവിൻ്റെ കറിയുടെ റെസിപ്പിയാണ്. എൻ്റെ വീട്ടിൽ മാങ്ങയും മീനോ അല്ലെങ്കിൽ മുളകിട്ട മീൻ കറിയൊക്കെയാണ് വെക്കുന്നത്. നമുക്കെങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. ഒരു 3-4 നല്ല പുളിയുള്ള കുടംപുളി ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കുക. ഒരു പിടി ചെറുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 പച്ചമുളകും അരിഞ്ഞ് സൈഡിൽ വെക്കുക. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്ന് ചെറുതായിട്ട് ഫ്രൈങ് പാനിൽ ചൂടാക്കിയിട്ട് അത് മഷി പോലെ അരച്ചെടുക്കുക. ഒരു മുറി തേങ്ങ നമ്മൾ നന്നായിട്ട് ചിരണ്ടിയെടുക്കണം. ഈ ചിരണ്ടിയ തേങ്ങ ജസ്റ്റ് ഒന്ന് വറുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും ഒരു 2-3 വറ്റൽ മുളകും കൂടി ഇട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ മാറ്റി വെക്കണം. അതിൻ്റെ ചൂടാറുന്നവരെ. ചൂടാറിയതിന് ശേഷം അത് മഷി പോലെ അരച്ചെടുക്കണം. പിന്നെ നേരത്തെ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന കുടംപുളിയും 1 കിലോ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള സ്രാവ് മീനും നേരത്തെ മഷി പോലെ അരച്ചിട്ടുള്ള മസാലക്കൂട്ടും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതും ആവശ്യത്തിന് വെള്ളവും പാകത്തിന് ഉപ്പ്. ഞാനിവിടെ 1.5 ടീസ്പൂണാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. നമ്മൾ സ്റ്റൗവിൽ വെക്കുക. ചെറിയ തള വന്നതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. നന്നായിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ മഷി പോലെ അരച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ അത് നന്നായിട്ട് ഇളക്കി ചേർക്കുക. അപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളറിലായിരിക്കും നമുക്ക് കറി കിട്ടുക. പിന്നെ നമ്മൾ അടച്ച് വെച്ച് വേവിക്കരുത്. തുറന്നിട്ടിട്ട് തന്നെ നന്നായിട്ട് വേവിക്കണം. അതൊരു 10 മിനിറ്റ് കൂടെ വേവിച്ചാൽ മതി, ഒരുപാട് വേവിക്കരുത്. 10 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോഴേക്കും ഈ ഒരു ചോക്ലേറ്റ് കളറിലേക്ക് നമ്മളുടെ മീൻ കറി ആകും. ശേഷം ഒരു ഫ്രൈ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പിടി ചെറുള്ളിയും ഒരു അര കഷ്ണം തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴട്ടിയിട്ട് ഈ മീൻ കറിയിലേക്ക് ആഡ് ചെയ്യണം. തക്കാളി നോർമലി ചേർക്കാറില്ല, പക്ഷേ ഞാൻ ആദ്യമായിട്ട് വെച്ചതുകൊണ്ട് തന്നെ എരിവും പുളിയൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ആഡ് ചെയ്തതാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണം. സംശയമുള്ളവർക്ക് കമൻറ്റിൽ ചോദിക്കാം. താങ്ക്